നമസ്കാരം. ഝാർഖണ്ഡിലും ആന്ധ്രയിലും തെലങ്കാനയിലുമൊക്കെ മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ചാണത്. അങ്ങനെ പോലീസിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾക്ക് സർക്കാർ ധനസഹായം നൽകും. ഇന്നലെ 60 വയസ്സുള്ള ഒരു സ്ത്രീ ഹൈദരാബാദ് പോലീസിന് മുന്നിൽ കീഴടങ്ങി. അവർക്കും 20 ലക്ഷം രൂപ കിട്ടും. ഹൈദരാബാദിലും ഝാർഖണ്ഡിലും ആന്ധ്രയിലുമൊക്കെ മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നത് മാവോയിസ്റ്റുകളില്ലാത്ത കേരളത്തിൽ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നാം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ആദ്യം ഇന്നലെ ഹൈദരാബാദിൽ കീഴടങ്ങിയ വനിതയെക്കുറിച്ച് പറയാം. 60 വയസ്സുള്ള കകരാല സമത എന്ന ഒരു സ്ത്രീയാണ് തെലങ്കാന DGPക്ക് മുമ്പാകെ ഇന്നലെ വൈകിട്ട് കീഴടങ്ങിയത്. ഇവർ മുൻ മാവോയിസ്റ്റ് നേതാവായ സുധാകർ റെഡ്ഡിയുടെ ഭാര്യയാണ്. 2009 മെയ് 24 ഈ സുധാകർ റെഡ്ഡിയെ പോലീസ് ഏറ്റുമുട്ടലിലൂടെ വധിച്ചിരുന്നു. അതിനുശേഷം സമത പിന്നീട് മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചു. ഇവരുടെ തലയ്ക്ക് 20 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പാരിതോഷികം. അതിനിടയിലാണ് ഇവർ കീഴടങ്ങിയത്. കീഴടങ്ങിയവർക്ക് 20 ലക്ഷം രൂപ സർക്കാർ ധനസഹായം നൽകും. അതിൻ്റെ മുന്നോടിയായി 25,000 രൂപ അവർക്ക് ധനസഹായം നൽകിയിട്ടുണ്ട്. നല്ല കാര്യം. ഇങ്ങനെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന പണം ഈ മാവോയിസ്റ്റുകൾ അതുകൊണ്ട് എന്തെങ്കിലും സംരംഭമോ ചെറിയ കച്ചവടമോ ഒക്കെ തുടങ്ങി മാന്യമായി പിന്നീട് അവരുടെ ജീവിതകാലം കഴിച്ചു കൂട്ടും. അതാണ് ഞാൻ എന്തിനാണ് ഇതിവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കേരളത്തിലെ സർക്കാരും ഇത്തരത്തിൽ ഒരു പുനരധിവാസ പദ്ധതി ഒരുക്കണം. അത് മറ്റാർക്കുമല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ എത്രത്തോളം അപകടകാരികളാണ് എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും എന്നോട് അമർഷം തോന്നാം. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ തന്നെ പത്തനംതിട്ടയിൽ ഉദയ ഭാനു എന്ന് പറയുന്ന ഒരു CPM നേതാവ്, അയാൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് CPMൻ്റെ. നമ്മുടെ നവീൻ ബാബുവിൻ്റെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാളുടെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ആ ഉദയ ഭാനു പ്രസംഗിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. അയാൾ പോലീസുകാരുടെ വീടുകളിൽ കയറുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. CPMകാർ കയറുമെന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. മിനിഞ്ഞാന്ന് ഒരു SFIക്കാരുടെ ഒരു സമരത്തിൽ മുഖ്യമന്ത്രി VD സതീശ തെമ്മാടി എന്നാണ് ഒരു ഞരുന്ന് പോലുള്ള ഒരു ചെറുക്കൻ മുദ്രാവാക്യം വിളിക്കുന്നത്. പോലീസിൻ്റെ മുന്നിൽ വെച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ഇവർക്കിപ്പോൾ ഇനി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം കേരളത്തിൽ കമ്മ്യൂണിസം അസ്തമിച്ചിരിക്കുന്നു. കമ്മ്യൂണിസം അസ്തമിച്ചിട്ടില്ലെന്നും കമ്മ്യൂണിസം കേരളത്തിൽ തിരിച്ചു വരുമെന്നും പ്രതീക്ഷിക്കുന്നവർ അന്തം കമ്മികൾ മാത്രമായിരിക്കും. തലയ്ക്ക് ഇത്തിരിയെങ്കിലും വെളിവുള്ള അന്തം കമ്മികൾ ഒരിക്കലും കമ്മ്യൂണിസം ഇനി കേരളത്തിൽ തിരിച്ചു വരില്ല എന്നുള്ള കാര്യത്തിൽ അവർക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല മേഖലകളിലേക്ക് പോയിട്ടുണ്ട്. അവർ മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കാനായി പോയി. ചിലരൊക്കെ നിശബ്ദരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ആ കാര്യം ബോധ്യമായി. പക്ഷേ ഇപ്പോഴും ബോധ്യമാകാത്ത കുറേ പേരുണ്ട്. അവരാണ് DYFIയുടെയും SFIയുടെയും ഒക്കെ പേരിൽ നടന്ന് സമരം നടത്തുന്ന, എന്തിനും ഏതിനും സമരം നടത്തുന്ന ഒരു കൂട്ടർ. ഇവർ ഇവിടുത്തെ യുവതലമുറയാണ്. ഇവരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്, ഈ സമൂഹത്തിലെ മനുഷ്യർക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് എന്നെങ്കിലും നമ്മൾ ചിന്തിക്കണം. ഇവർക്ക് മറ്റ് ഒരു ഉപജീവന മാർഗം അറിയില്ല. തിരുവനന്തപുരത്തെ തോൽവിയോടെ ആര്യ രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് ഏകദേശം അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ചില പരിപാടികളിലൊക്കെ തല കാണിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രൻ. ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ DYFIയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരണമെന്നുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ചിന്താ ജെറോമും മറ്റുമൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ കയറി ഇറങ്ങി നടന്ന് കരയുന്നുണ്ട്. ഗോവിന്ദനും അതുപോലെ വി ശിവൻകുട്ടിയും വിജയനും അടക്കമുള്ള നേതാക്കളും മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ കയറി ഇറങ്ങി ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അവരുടെ ഒരു കപടത എന്താണെന്ന് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, കമ്മ്യൂണിസം നിലനിന്നിരുന്ന ഒരു നാടും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പലപ്പോഴും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയെങ്കിലും ഇവർക്ക് ജീവിക്കാൻ മറ്റു മാർഗമില്ല. ഗോവിന്ദനും വിജയനും അടക്കമുള്ള മുതിർന്ന നേതാക്കളൊക്കെ കോടികൾ സമ്പാദിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും ഇനിയൊരു ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവരുടെ തലമുറകൾക്ക് പോലും ഒരു ജോലി ചെയ്യാതെ കാല് നീട്ടിയിട്ട് ഇരുന്നുണ്ണാനുള്ള ഒരു സാമ്പത്തികം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരെന്തിനാണ് ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇതുപോലെയുള്ള മണ്ടന്മാരായ അണികളെ പിന്നിൽ നിർത്തി അവർക്ക് അവരുടെ കാലം വരെ അവർക്ക് നേതാക്കളായി ചമഞ്ഞ് നടക്കണം എന്നുള്ളത് കൊണ്ടും അവർ കാണിച്ചു കൂട്ടിയ അഴിമതികളൊന്നും പുറത്തു വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം തീർക്കണമെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു സ്ഥാനം വേണം, മുതിർന്നൊരു സ്ഥാനം വേണം എന്നുള്ളത് കൊണ്ടാണ് അവർ ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും വയസ്സായി എണീറ്റ് നടക്കാൻ പറ്റാത്ത വിജയനൊക്കെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയല്ലേ ചെയ്യുമായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോഴും ഇറങ്ങി നടന്ന് ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുകയും സർക്കാരിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഈ പറയുന്ന തലമുറയെ വഴിതെറ്റിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരെയും പുനരധിവസിപ്പിക്കുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന പാർട്ടിയിലെ ഒരു പ്രത്യേക പ്രായപരിധി കഴിഞ്ഞവരെയൊക്കെ പുനരധിവസിപ്പിക്കണം. അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കണം. ഈ CPMകാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമായിട്ട്. അപ്പോൾ അവരത് ജീവിച്ചുകൊള്ളും. നയിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഇതൊരു
ഈ ഡിവൈഎഫ്ഐയും SFIയും ഒക്കെ ഇത്തരത്തിൽ റോഡിൽ കിടന്ന് അടി വാങ്ങിക്കൊള്ളും. അവർക്ക് നയിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഈ പാർട്ടി അങ്ങ് അസ്തമിച്ച് വയ്ക്കോളും. ഞാൻ പറഞ്ഞു വന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം കേരളത്തെ ഇത്രയധികം പിന്നോട്ടടിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എത്രയോ തൊഴിലിടങ്ങൾ ഇവർ കൊടികുത്തി പൂട്ടിച്ചു. എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലുമുള്ള എത്രയോ തൊഴിൽ സ്ഥാപനങ്ങൾ ചെങ്കോണകം കുത്തി പൂട്ടിച്ചവരാണ് ഇവരൊക്കെ. അന്ന് മാവൂർ ഗോളിയോർ റേയോൺസിൽ ഒരു തൊഴിലാളിയായി വന്നയാളാണ് ഇളമരം കരീം. ആ ഇളമരം കരീം പിന്നീട് CITUവിൻ്റെ അഖിലേന്ത്യാ നേതാവും MP-യും ഒക്കെയായി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആസ്തിയും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാമല്ലോ. ഒരു തൊഴിലാളിയായി വന്ന നേതാവാണ്. തൊഴിലാളി നേതാവായി വന്ന ഒരു ആൾ എങ്ങനെയാണ് ഇത്രയധികം വളർന്നത്? അവിടെ എന്താണ്, മാവൂർ ഗോളിയോർ റേയോൺസ് പൂട്ടി, പുനലൂർ പേപ്പർ മില്ല് അടക്കമുള്ള എത്രയോ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 182ഓളം തൊഴിൽ സ്ഥാപനങ്ങളാണ് ഇവന്മാർ കൊടികുത്തി പൊട്ടിച്ചത്. അതായത് വലിയ വ്യവസായ സ്ഥാപനങ്ങൾ. ചെറുതൊക്കെ വേറെ ഒരുപാടുണ്ട്. ആന്തൂരിലെ സാജൻ്റെ പാർത്ത കൺവെൻഷൻ സെൻറ്റർ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങൾ വേറെയുണ്ട് ഇവർ കൊടികുത്തി പൊട്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാവോയിസ്റ്റുകൾ, കീഴടങ്ങുന്ന മാവോയിസ്റ്റുകൾ, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇവിടെ അതിലൊരു വ്യത്യാസമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ മാവോയിസ്റ്റുകൾ കീഴടങ്ങുമ്പോൾ അവർക്കൊരു ധനസഹായം കിട്ടും. ആ ധനസഹായം കിട്ടി അവർ മാന്യമായി ജീവിച്ചുകൊള്ളും. അതുപോലെ ഇവർക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നാണ് എനിക്ക് സർക്കാരിനോടും ബന്ധപ്പെട്ടവരോടും പറയാനുള്ളത്. കാരണം സമൂഹ മാധ്യമം തുറന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ തുറന്നാലോ ഒക്കെ ഇവരുടെ ഈ തെമ്മാടിത്തരങ്ങളും അക്രമങ്ങളും ഒക്കെയാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ഉദയഭാനുവിൻ്റെയൊക്കെ ഈ വെല്ലുവിളിയൊക്കെ കേൾക്കുമ്പോൾ അയാളെയൊക്കെ എങ്ങനെയാണ് ഈ അവിടുത്തെ ജനങ്ങൾ സഹിക്കുന്നത് എന്നൊരു സംശയമുണ്ട്. അതുപോലെ ഈ SFI പ്രവർത്തകൻ, അവരൊരു 10-20 വയസ്സേ ഉണ്ടാകൂ. ആ SFI പ്രവർത്തകൻ പൊതുനിരത്തിൽ നിന്ന് പോലീസിൻ്റെ മുന്നിൽ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ VD സതീശ തെമ്മാടി എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ക്രൂരമായിരിക്കും. 20 വയസ്സുള്ളവൻ ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ അവൻ ഒന്നാം തരം ക്രിമിനലായി മാറും. അവൻ ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും എത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ SFIയിലും DYFIയിലും ഒക്കെ പ്രവർത്തിച്ചവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചവർക്ക് ചിലർക്ക് മേയറാകാൻ പറ്റിയിട്ടുണ്ട്, ചിലർക്ക് യുവജന കമ്മീഷൻ അധ്യക്ഷയാകാൻ പറ്റിയിട്ടുണ്ട്, ചിലർക്ക് വല്ല ബോർഡിലോ കോർപ്പറേഷനിലോ ഒക്കെ വല്ല സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ താഴേക്കിടയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ആരും ചിന്തിച്ചിട്ടില്ല. വിദ്യാഭ്യാസം കഴിയുന്നതോടുകൂടി പലരും പല വഴിക്ക് പോകും. ഈ ഒരു നശിച്ച പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം അവരുടെ തലച്ചോറ് ദ്രവിച്ച് മരവിച്ച് അക്രമത്തിൻ്റെ സ്വഭാവമുള്ളതായിത്തീരും. അപ്പോൾ അവർ ആ രീതി തിരഞ്ഞെടുക്കും. ഒരിക്കലും അവർക്കൊരു നന്നായൊരു ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടായിരിക്കില്ല. അവർക്ക് എപ്പോഴും അക്രമം കാണിക്കുക, അല്ലെങ്കിൽ ഭീഷണിയും വെല്ലുവിളിയും ഊച്ചാളിത്തരവും ചട്ടമ്പിത്തരവും ഒക്കെ കാണിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു മാനസികാവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പരിഹാസത്തോടെയാണെങ്കിലും എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ സർക്കാരും ഇതുമായി ബന്ധപ്പെട്ടവരും ഈ നാടിനെ സ്നേഹിക്കുന്നവരുമൊക്കെ ഈ CPMകാരെ പുനരധിവസിപ്പിക്കാനായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി അവർക്കൊരു പെട്ടിക്കടയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു പക്ഷേ ഈ ഒരു നശിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മുടെ നാടിനൊരു മോചനം കിട്ടിയേക്കും.